അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങളും അടിച്ചമർത്തലുകളും നേരിടുന്ന ക്രൈസ്തവ സമൂഹങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് നോർവേയിൽ പുതിയ ദേവാലയം യാഥാർത്ഥ്യമായി. നോർവേയുടെ തലസ്ഥാന നഗരമായ ഓസ്ലോ രൂപതയുടെ കീഴിൽ ജൂൺ 20-നായിരുന്നു ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നടന്നത്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന Nazarene.org എന്ന പ്രമുഖ സന്നദ്ധ സംഘടനയുടെ മേൽനോട്ടത്തിലാണ് ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പീഡിത ക്രൈസ്തവരുടെ ഓർമ്മയ്ക്കും അവർക്കായുള്ള പ്രാർത്ഥനകൾക്കുമായി ഈ സംഘടന ലോകമെമ്പാടും സ്ഥാപിക്കുന്ന 8ാമത്തെ ആരാധനാലയമാണിത്. നൈജീരിയയിലെ ഓയോ സംസ്ഥാനത്തുള്ള ഒരിറെ ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലെ സ്കൂളുകൾക്ക് നേരെ മെയ് 15-നുണ്ടായ ആക്രമണത്തിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട 39 വിദ്യാർത്ഥികളെയും 7 അധ്യാപകരെയും അടിയന്തരമായി മോചിപ്പിക്കണമെന്ന് നൈജീരിയയിലെ ഇബാദാൻ എക്സ്ക്ലാസിക്കൽ പ്രൊവിൻസിലെ കത്തോലിക്ക ബിഷപ്പുമാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ബിഷപ്പുമാർ ഈ ആവശ്യം ഉന്നയിച്ചത്. തട്ടിക്കൊണ്ടുപോകപ്പെട്ടവർ ദീർഘനാളായി സായുധ സംഘങ്ങളുടെ തടവിലാക്കപ്പെട്ടിരിക്കുന്നതിൽ കടുത്ത അനുശോചനം രേഖപ്പെടുത്തിയ ബിഷപ്പുമാർ രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന സുരക്ഷാ തകർച്ച തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതിനെ ശക്തമായി അപലപിച്ചു. യുദ്ധത്തിന്റെ കടുത്ത ഭീകരത അനുഭവിക്കുന്ന ഗാസയിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ യാതൊരു കാരണവശാലും ഉപേക്ഷിക്കില്ലെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബല്ല വർഷങ്ങളായി തുടരുന്ന യുദ്ധക്കെടുതികളിൽ വലയുന്ന ഗാസയിലെ ക്രിസ്ത്യൻ ജനവിഭാഗത്തിന് പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് പാത്രിയാർക്കീസ് തിയോഫിലോസ് മൂന്നാമനൊപ്പം ഗാസയിൽ നടത്തിയ ഇടയ സന്ദർശനത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഗാസ സിറ്റിയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ചർച്ചിൽ നടന്ന ചടങ്ങിൽ കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബല്ല സംസാരിച്ചു. ജെറുസലേമിലെ മുഴുവൻ ക്രൈസ്തവ ദേവാലയങ്ങളുടെയും പ്രാർത്ഥനയും സ്നേഹവും പിന്തുണയും അറിയിക്കാനാണ് തങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വാസികളോട് പറഞ്ഞു. ലോകത്ത് യുദ്ധങ്ങളും വിവേചനങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ പരസ്പര സൗഹാർദ്ദം വെറുമൊരു സങ്കല്പമല്ല, മറിച്ച് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് ഓർമ്മിപ്പിച്ച് കർദിനാൾ മാർ ജോർജ് കുവക്കാട് റോമിലെ അഞ്ചലിക്കം യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച വിവിധ മതവിഭാഗങ്ങളുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ മുഖ്യപ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ബുദ്ധ, ക്രിസ്ത്യൻ, ഹിന്ദു, ജൈന, സിഖ് മതവിശ്വാസികളുടെ വിപുലമായ പങ്കാളിത്തത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. വിവിധ മതവിശ്വാസികൾ തമ്മിലുള്ള ഭിന്നതകൾ മറന്ന് ആരോഗ്യകരമായ സംവാദങ്ങളിലൂടെയും സഹകരണത്തിലൂടെയും ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് കർദിനാൾ ആഹ്വാനം ചെയ്തു. രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിക്കുന്നതും സൈനിക ചിലവുകൾക്കായി വിഭവങ്ങൾ വകമാറ്റുന്നതും പട്ടിണി വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും ലിയോ 14 പാപ്പ ജൂൺ 22-ാം തീയതി റോമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പദ്ധതിയുടെ വാർഷിക യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് ഭക്ഷണത്തെക്കാൾ വേഗത്തിൽ ആയുധങ്ങൾ അതിർത്തികൾ കടന്നെത്തുന്നു എന്നത് വേദനാജനകമായ ഒരു വൈരുദ്ധ്യമാണ്. മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും അയൽക്കാരനെ സ്നേഹിക്കാനുമുള്ള സുവിശേഷ സന്ദേശം സഭയുടെയും ലോക ഭക്ഷ്യ പദ്ധതിയുടെയും ദൗത്യങ്ങളിൽ ഒരുപോലെ പ്രതിഫലിക്കുന്നുണ്ടെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.